ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ വീഡിയോയിൽ സഭാപ്രസംഗകൻ 5-ാം അധ്യായത്തിൽ നിന്നുള്ള ഓപ്ഷനോട് കൂടിയ 75 ചോദ്യോത്തരങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ഈ അധ്യായത്തിൻ്റെ ഓൺലൈൻ മോക്ക് ടെസ്റ്റ് 14/3/2026 ശനിയാഴ്ച രാത്രി 9 മുതൽ 9:30 വരെ നടത്തുന്നതാണ്. മോക്ക് ടെസ്റ്റിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് വാട്സാപ്പ് ഗ്രൂപ്പിൽ ചേരേണ്ടതാണ്. ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ചോദ്യം 1. സഭാപ്രസംഗകൻ 5-ാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങൾ ഉണ്ട്? A 3, B 2, C 1, D 4. ഉത്തരം B 2. ചോദ്യം 2. സഭാപ്രസംഗകൻ 5-ാം അധ്യായത്തിലെ ആദ്യത്തെ ശീർഷകം എന്ത്? A ദൈവാശ്രയം, B ദൈവത്തിൻ്റെ ശക്തി, B ദൈവഭക്തി, D മനുഷ്യൻ്റെ പ്രവൃത്തികൾ. ഉത്തരം സി ദൈവഭക്തി. ചോദ്യം 3. എവിടെ പോകുമ്പോഴാണ് സൂക്ഷ്മതയുള്ളവൻ ആയിരിക്കുക എന്ന് പറയുന്നത്? എ സിനഗോഗിൽ, ബി കൂടാരത്തിൽ, സി ദേവാലയത്തിൽ, ഡി ഭവനത്തിൽ. ഉത്തരം സി ദേവാലയത്തിൽ. ചോദ്യം 4. ദേവാലയത്തിൽ പോകുമ്പോൾ എന്താണ് ഉണ്ടായിരിക്കേണ്ടത്? എ കൃത്യത, ബി സൂക്ഷ്മത, സി സമയനിഷ്ഠ, ഡി വേഗത. ഉത്തരം ബി സൂക്ഷ്മത. ചോദ്യം 5. ശ്രദ്ധിച്ച് കേൾക്കാൻ എവിടെ ചെല്ലുന്നതാണ് വിഡ്ഢിയുടെ ബലിയർപ്പണത്തേക്കാൾ ഉത്തമം? എ ദൂരത്ത്, ബി മധ്യത്തിൽ, സി മുൻപിൽ, ഡി അടുത്ത്. ഉത്തരം ഡി അടുത്ത്. ചോദ്യം 6. ശ്രദ്ധിച്ച് കേൾക്കാൻ അടുത്ത് ചെല്ലുന്നതാണ് വിഡ്ഢിയുടെ എന്തിനേക്കാൾ ഉത്തമം? എ ബലിയർപ്പണത്തേക്കാൾ, ബി കാഴ്ചവസ്തുക്കളേക്കാൾ, സി സമർപ്പണത്തേക്കാൾ, ഡി കാഴ്ചകളേക്കാൾ. ഉത്തരം എ ബലിയർപ്പണത്തേക്കാൾ. ചോദ്യം 7. തങ്ങൾ തിന്മയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ആര് അറിയുന്നില്ല എന്നാണ് പറയുന്നത്? എ വിഡ്ഢികൾ, ബി വിവേകികൾ, സി ഭോഷന്മാർ, ഡി ചാരന്മാർ. ഉത്തരം സി ഭോഷന്മാർ. ചോദ്യം 8. തങ്ങൾ എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് ഭോഷന്മാർ അറിയുന്നില്ല എന്നാണ് പറയുന്നത്? എ അശുദ്ധി, ബി വിഗ്രഹാരാധന, സി തിന്മ, ഡി മ്ലേച്ഛത. ഉത്തരം സി തിന്മ. ചോദ്യം 9. എങ്ങനെ സംസാരിക്കരുത് എന്നാണ് സഭാപ്രസംഗകൻ 5:2 പറയുന്നത്? എ അർത്ഥശൂന്യമായി, ബി തിന്മയായി, സി വിവേകശൂന്യമായി, ഡി ക്ലേശകരമായി. ഉത്തരം സി വിവേകശൂന്യമായി. ചോദ്യം 10. വിവേകശൂന്യമായി എന്ത് ചെയ്യരുത് എന്നാണ് പറയുന്നത്? എ പെരുമാറരുത്, ബി സംസാരിക്കരുത്, സി പ്രവർത്തിക്കരുത്, ഡി നഷ്ടപ്പെടുത്തരുത്. ഉത്തരം ബി സംസാരിക്കരുത്. ചോദ്യം 11. എവിടെ പ്രതിജ്ഞ എടുക്കാൻ തിടുക്കം കൂട്ടരുത് എന്നാണ് പറയുന്നത്? എ കൊട്ടാരത്തിൽ, ബി രാജസന്നിധിയിൽ, സി കൂടാരസന്നിധിയിൽ, ഡി ദൈവസന്നിധിയിൽ. ഉത്തരം ഡി ദൈവസന്നിധിയിൽ. ചോദ്യം 12. ദൈവസന്നിധിയിൽ എന്ത് എടുക്കാൻ തിടുക്കം കൂട്ടരുത് എന്നാണ് പറയുന്നത്? എ തീരുമാനമെടുക്കാൻ, ബി കൽപ്പനകൾ എടുക്കാൻ, സി ബലികൾ എടുക്കാൻ, ഡി പ്രതിജ്ഞയെടുക്കാൻ. ഉത്തരം ഡി പ്രതിജ്ഞ എടുക്കാൻ. ചോദ്യം 13. ദൈവം സ്വർഗത്തിലാണ്, നീ ഭൂമിയിലും, അതുകൊണ്ട് നിൻ്റെ എന്താണ് ചുരുങ്ങിയിരിക്കട്ടെ എന്ന് പറയുന്നത്? എ പ്രവർത്തികൾ, ബി ആലോചനകൾ, സി വാക്കുകൾ, ഡി തീരുമാനങ്ങൾ. ഉത്തരം സി വാക്കുകൾ. ചോദ്യം 14. ആകുലതകൾ ഏറുമ്പോൾ എന്താണ് കൂടുന്നത്? എ ഭയം, ബി ദുസ്വപ്നങ്ങൾ, സി ഭീതി, ഡി ആലോചനകൾ. ഉത്തരം ബി ദുസ്വപ്നങ്ങൾ. ചോദ്യം 15. എന്ത് ഏറുമ്പോഴാണ് ദുസ്വപ്നങ്ങൾ കൂടുന്നത്? എ ആകുലത, ബി ഉത്കണ്ഠ, സി മരണഭീതി, ഡി അധ്വാനം. ഉത്തരം എ ആകുലത. ചോദ്യം 16. എന്ത് ഏറുമ്പോഴാണ് അത് മൂഢജൽപ്പനം ആകുന്നത്? എ പ്രവൃത്തികൾ ഏറുമ്പോൾ, ബി തിന്മകൾ ഏറുമ്പോൾ, സി വാക്കുകൾ ഏറുമ്പോൾ, ഡി അസ്വസ്ഥതകൾ ഏറുമ്പോൾ. ഉത്തരം
സി വാക്കുകൾ ഏറുമ്പോൾ. ചോദ്യം 17. വാക്കുകൾ ഏറുമ്പോൾ അത് എന്താണ് ആകുന്നത്? എ അസ്വസ്ഥത, ബി മരണക്കെണി, സി മൂഢജൽപ്പനം, ഡി തിന്മ. ഉത്തരം സി മൂഢജൽപ്പനം. ചോദ്യം 18. ദൈവത്തിന് എന്ത് നേർന്നാൽ നിറവേറ്റാൻ താമസിക്കരുത് എന്നാണ് പറയുന്നത്? എ ആരാധന, ബി നേർച്ച, സി ബലി, ഡി കാഴ്ച. ഉത്തരം ബി നേർച്ച. ചോദ്യം 19. ആർക്ക് നേർച്ച നേർന്നാൽ നിറവേറ്റാൻ താമസിക്കരുത് എന്നാണ് പറയുന്നത്? എ രാജാവിന്, ബി ദൈവത്തിന്, സി മാതാപിതാക്കൾക്ക്, ഡി മക്കൾക്ക്. ഉത്തരം ബി ദൈവത്തിന്. ചോദ്യം 20. ആരോടാണ് ദൈവത്തിന് പ്രീതിയില്ല എന്ന് പറയുന്നത്? എ മൂഢരിൽ, ബി ഭോഷരിൽ, സി അവിവേകികളിൽ, ഡി തിന്മ പ്രവർത്തിക്കുന്നവരിൽ. ഉത്തരം എ മൂഢരിൽ. ചോദ്യം 21. നേരുന്നത് എന്ത് ചെയ്യുക എന്നാണ് പറയുന്നത്? എ തീരുമാനിക്കുക, ബി പണിയുക, സി ആലോചിക്കുക, ഡി നിറവേറ്റുക. ഉത്തരം ഡി നിറവേറ്റുക. ചോദ്യം 22. നേർന്നിട്ട് നിറവേറ്റാത്തതിനേക്കാൾ ഭേദം എന്താണ് എന്നാണ് പറയുന്നത്? എ ആലോചിക്കുന്നതാണ്, ബി നേരാതിരിക്കുന്നതാണ്, സി ഉത്കണ്ഠപ്പെടാത്തതാണ്, ഡി സംസാരിക്കാത്തതാണ്. ഉത്തരം ബി നേരാതിരിക്കുന്നതാണ്. ചോദ്യം 23. പൂരിപ്പിക്കുക. നിന്റെ ഡാഷ് നിന്നെ പാപത്തിലേക്ക് നയിക്കാതിരിക്കട്ടെ. എ ചെവികൾ, ബി അധരങ്ങൾ, സി കണ്ണുകൾ, ഡി ഹൃദയങ്ങൾ. ഉത്തരം ബി അധരങ്ങൾ. ചോദ്യം 24. നിന്റെ അധരങ്ങൾ നിന്നെ എന്തിലേക്ക് നയിക്കാതിരിക്കട്ടെ എന്നാണ് പറയുന്നത്? എ തിന്മയിലേക്ക്, ബി അശുദ്ധിയിലേക്ക്, സി പാപത്തിലേക്ക്, ഡി വിഗ്രഹാരാധനയിലേക്ക്. ഉത്തരം സി പാപത്തിലേക്ക്. ചോദ്യം 25. തെറ്റുപറ്റി എന്ന് ആരോട് പറയാൻ ഇടവരുത്തരുത് എന്നാണ് പറയുന്നത്? എ രാജാവിനോട്, ബി ദൂതനോട്, സി ഭൃത്യനോട്, ഡി അടിമയോട്. ഉത്തരം ബി ദൂതനോട്. ചോദ്യം 26. എന്തിനാലാണ് ദൈവത്തെ പ്രകോപിപ്പിക്കുന്നു എന്ന് പറയുന്നത്? എ പ്രവൃത്തികളിൽ, ബി തിന്മകളിൽ, സി വാക്കുകളാൽ, ഡി വിഗ്രഹാരാധനയാൽ. ഉത്തരം സി വാക്കുകളാൽ. ചോദ്യം 27. വാക്കുകളാൽ ദൈവത്തെ പ്രകോപിപ്പിക്കുകയും അങ്ങനെ നിന്റെ എന്ത് നശിക്കാൻ ഇടയാക്കുകയും ചെയ്യുന്നു? എ സമ്പത്ത്, ബി ഐശ്വര്യം, സി ധാന്യങ്ങൾ, ഡി അധ്വാനഫലം. ഉത്തരം ഡി അധ്വാനഫലം. ചോദ്യം 28. എന്ത് ഏറുമ്പോഴാണ് പൊള്ളവാക്കുകൾ വർദ്ധിക്കുന്നത്? എ ആകുലതകൾ ഏറുമ്പോൾ, ബി സ്വപ്നങ്ങൾ ഏറുമ്പോൾ, സി ഉത്കണ്ഠകൾ ഏറുമ്പോൾ, ഡി അധ്വാനം ഏറുമ്പോൾ. ഉത്തരം ബി സ്വപ്നങ്ങൾ ഏറുമ്പോൾ. ചോദ്യം 29. സ്വപ്നങ്ങൾ ഏറുമ്പോൾ എന്താണ് വർദ്ധിക്കുന്നത്? എ അർത്ഥമുള്ള വാക്കുകൾ, ബി പൊള്ളവാക്കുകൾ, സി വ്യാജവാക്കുകൾ, ഡി തിന്മവാക്കുകൾ. ഉത്തരം ബി പൊള്ളവാക്കുകൾ. ചോദ്യം 30. സ്വപ്നങ്ങൾ ഏറുമ്പോൾ പൊള്ളവാക്കുകൾ വർദ്ധിക്കുന്നു, അതുകൊണ്ട് ആരെയാണ് ഭയപ്പെടുക? എ രാജാവിനെ, ബി പ്രഭുവിനെ, സി ദൈവത്തെ, ഡി ഭൃത്യനെ. ഉത്തരം സി ദൈവത്തെ. ചോദ്യം 31. സഭാപ്രസംഗകൻ 5-ാം അധ്യായത്തിലെ 2-ാമത്തെ ശീർഷകം എന്ത്? എ ദാരിദ്ര്യവും സമ്പത്തും, ബി സമ്പത്തും നശ്വരതയും, സി ദാരിദ്ര്യവും വിദ്യയും, ഡി എവിടെയും ദാരിദ്ര്യം. ഉത്തരം എ ദാരിദ്ര്യവും സമ്പത്തും. ചോദ്യം 32. ഒരു ദേശത്ത് എന്ത് ചെയ്യുമ്പോഴാണ് നീ വിസ്മയിക്കരുത് എന്ന് പറയുന്നത്? എ ദരിദ്രൻ ഇല്ലാതാവുക, ബി ദരിദ്രൻ മർദ്ദിക്കപ്പെടുക, സി ദരിദ്രൻ സമ്പന്നനാകുക, ഡി ദരിദ്രൻ ക്ഷയിക്കുക. ഉത്തരം ബി ദരിദ്രൻ മർദ്ദിക്കപ്പെടുക. ചോദ്യം 33. നീതിയും ന്യായവും നിഷ്കരണം നിഷേധിക്കപ്പെടുന്നത് കാണുമ്പോൾ നീ എന്ത് ചെയ്യരുത്? എ ഭയപ്പെടരുത്, ബി വിസ്മയിക്കരുത്, സി പ്രതികരിക്കരുത്, ഡി സങ്കടപ്പെടരുത്. ഉത്തരം ബി വിസ്മയിക്കരുത്. ചോദ്യം 34. മേലധികാരിയെ ആരാണ് നിരീക്ഷിക്കുന്നത്? എ താഴെയുള്ളവൻ, ബി രാജാവ്, സി അവന് മുകളിലുള്ളവൻ, ഡി പ്രഭുക്കന്മാർ.
ഉത്തരം സി അവന് മുകളിലുള്ളവൻ. ചോദ്യം 35. മേലധികാരിയെ നിരീക്ഷിക്കുന്നവനെ ആരാണ് നിരീക്ഷിക്കുന്നത്? എ പട്ടണത്തിലുള്ളവർ, ബി അവന് മുകളിലുള്ളവൻ, സി ദേശത്തുള്ളവർ, ഡി ഭൃത്യന്മാർ. ഉത്തരം ബി അവന് മുകളിലുള്ളവൻ. ചോദ്യം 36. ഒരു ദേശത്ത് എന്താണ് നിഷ്കരണം നിഷേധിക്കപ്പെടുന്നത്? എ സത്യവും നീതിയും, ബി ജ്ഞാനവും സമ്പത്തും, സി നീതിയും ന്യായവും, ഡി നീതിയും സമ്പത്തും. ഉത്തരം സി നീതിയും ന്യായവും. ചോദ്യം 37. എന്താണ് എല്ലാവർക്കും ഉള്ളതാണ് എന്ന് 5:9 പറയുന്നത്? എ ധാന്യത്തിലെ കതിർ, ബി വൃക്ഷത്തിലെ പഴങ്ങൾ, സി സുഗന്ധവ്യഞ്ജനങ്ങൾ, ഡി ഭൂമിയിലെ വിളവ്. ഉത്തരം ഡി ഭൂമിയിലെ വിളവ്. ചോദ്യം 38. ആർക്കാണ് വിളവിൽ ആശ്രയിക്കാതെ വയ്യ എന്ന് 5:9 പറയുന്നത്? എ ദരിദ്രന്, ബി പ്രഭുവിന്, സി രാജാവിന്, ഡി സമ്പന്നർക്ക്. ഉത്തരം സി രാജാവിന്. ചോദ്യം 39. ആരാണ് ദ്രവ്യം കൊണ്ട് തൃപ്തി വരികയില്ല എന്ന് പറയുന്നത്? എ സമ്പന്നർ, ബി ധനികർ, സി ദ്രവ്യാഗ്രഹികൾ, ഡി അടിമകൾ. ഉത്തരം സി ദ്രവ്യാഗ്രഹികൾ. ചോദ്യം 40. ധനം മോഹിക്കുന്നവൻ എന്തുകൊണ്ട് തൃപ്തി അടയുകയില്ല? എ സമ്പത്ത് കൊണ്ട്, ബി ദ്രവ്യം കൊണ്ട്, സി ധനം കൊണ്ട്, ഡി ധാന്യം കൊണ്ട്. ഉത്തരം സി ധനം കൊണ്ട്. ചോദ്യം 41. വിഭവങ്ങൾ ഏറുമ്പോൾ അത് തിന്നൊടുക്കുന്നവരുടെ എന്താണ് പെരുകുന്നത്? എ അംഗസംഖ്യ, ബി എണ്ണം, സി സമ്പത്ത്, ഡി ധാന്യങ്ങൾ. ഉത്തരം ബി എണ്ണം. ചോദ്യം 42. എന്ത് ഏറുമ്പോഴാണ് അത് തിന്നൊടുക്കുന്നവരുടെ എണ്ണം പെരുകുന്നത്? എ ധാന്യങ്ങൾ, ബി വിഭവങ്ങൾ, സി സമ്പത്ത്, ഡി അധ്വാനം. ഉത്തരം ബി വിഭവങ്ങൾ. ചോദ്യം 43. നോക്കി നിൽക്കാൻ അല്ലാതെ ആർക്ക് അതുകൊണ്ട് എന്ത് പ്രയോജനം എന്നാണ് പറയുന്നത്? എ കാര്യസ്ഥന്, ബി ഉടമസ്ഥന്, സി പ്രഭുവിന്, ഡി അധികാരിക്ക്. ഉത്തരം ബി ഉടമസ്ഥന്. ചോദ്യം 44. ഭക്ഷിക്കുന്നത് അല്പമോ അധികമോ ആകട്ടെ ആർക്കാണ് സുഖനിദ്ര ലഭിക്കുന്നത്? എ അധ്വാനിക്കുന്നവന്, ബി ജ്ഞാനമുള്ളവന്, സി ക്ലേശിക്കുന്നവന്, ഡി ആഹ്ലാദിക്കുന്നവന്. ഉത്തരം എ അധ്വാനിക്കുന്നവന്. ചോദ്യം 45. അധ്വാനിക്കുന്നവന് എന്താണ് ലഭിക്കുക? എ സമ്പത്ത്, ബി ലാഭം, സി ആനന്ദം, ഡി സുഖനിദ്ര. ഉത്തരം ഡി സുഖനിദ്ര. ചോദ്യം 46. അമിത സമ്പാദ്യം ആരുടെ ഉറക്കമാണ് കെടുത്തുന്നത്? എ അധ്വാനിക്കുന്നവൻ്റെ, ബി ആഹ്ലാദിക്കുന്നവൻ്റെ, സി ധനികൻ്റെ, ഡി ദരിദ്രൻ്റെ. ഉത്തരം സി ധനികൻ്റെ. ചോദ്യം 47. ധനികൻ്റെ ഉറക്കം കെടുത്തുന്നത് എന്താണ്? എ ധാന്യപ്പുരകൾ, ബി ധാന്യസമ്പത്ത്, സി അമിത സമ്പാദ്യം, ഡി ദ്രവ്യങ്ങൾ. ഉത്തരം സി അമിത സമ്പാദ്യം. ചോദ്യം 48. സൂര്യന് കീഴെ സഭാപ്രസംഗകൻ കണ്ട വലിയൊരു തിന്മ ഏത്? എ ദരിദ്രരെ കൊള്ളയടിക്കുന്നത്, ബി പാവങ്ങളെ ചൂഷണം ചെയ്യുന്നത്, സി സമ്പാദ്യം കുന്നുകൂട്ടുന്നത്, ഡി ധനികൻ സ്വന്തം നാശത്തിന് മുതൽ സൂക്ഷിക്കുന്നത്. ഉത്തരം ഡി ധനികൻ സ്വന്തം നാശത്തിന് മുതൽ സൂക്ഷിക്കുന്നത്. ചോദ്യം 49. ആരാണ് തൻ്റെ തന്നെ നാശത്തിന് മുതൽ സൂക്ഷിക്കുന്നത്? എ സമ്പന്നൻ, ബി ഭരണാധികാരി, സി ധനികൻ, ഡി ദരിദ്രൻ. ഉത്തരം സി ധനികൻ. ചോദ്യം 50. ഒരു സായാഹ്നയത്നത്തിൽ അത് നഷ്ടപ്പെടുന്നു, ഏത്? ഒരു സാഹസയത്നത്തിൽ അത് നഷ്ടപ്പെടുന്നു, ഏത്? എ ധനികൻ്റെ മുതൽ, ബി ധനികൻ്റെ സമ്പത്ത്, സി ധനികൻ്റെ ജ്ഞാനം, ഡി ധനികൻ്റെ അറിവ്. ഉത്തരം എ ധനികൻ്റെ മുതൽ. ചോദ്യം 51. ആർക്ക് കൊടുക്കാൻ ധനികൻ്റെ കൈവശം ഒന്നുമില്ലാതായി എന്നാണ് പറയുന്നത്? എ മാതാപിതാക്കൾക്ക്, ബി വേലക്കാർക്ക്, സി പുത്രന്, ഡി അടിമകൾക്ക്. ഉത്തരം സി പുത്രന്. ചോദ്യം 52.
അമ്മയുടെ ഉദരത്തിൽ നിന്നും പുറത്തു വന്നതുപോലെ എങ്ങനെ തന്നെ പോകും എന്നാണ് പറയുന്നത്? എ ചെറുപ്പമായി, ബി കുഞ്ഞായി, സി നഗ്നനായി, ഡി ചെറുതായി. ഉത്തരം സി നഗ്നനായി. ചോദ്യം 53. ധനികൻ അവൻ്റെ എന്തിലൊന്നും കൊണ്ടുപോവുകയില്ല എന്നാണ് പറയുന്നത്? എ സാമ്പത്തിക ലാഭം, ബി ധനലാഭം, സി പ്രയത്നബലം, ഡി അധ്വാനശേഷി. ഉത്തരം സി പ്രയത്നബലം. ചോദ്യം 54. തള്ളി നീക്കി ജീവിതം കൊണ്ട് പ്രയോജനമില്ലാത്തതിൽ ആദ്യത്തേത് ഏത്? എ വെളിച്ചം, ബി അന്ധകാരം, സി ഇരുൾ, ഡി അത്യുഷ്ണം. ഉത്തരം ബി അന്ധകാരം. ചോദ്യം 55. തള്ളി നീക്കി ജീവിതത്തിൽ രണ്ടാമതും മൂന്നാമതുമായി പറയുന്ന അവസ്ഥകൾ ഏവ? എ അസ്വസ്ഥത ദുഃഖം, ബി വിലാപം ആകുലത, സി വിലാപം അന്ധകാരം, ഡി ആകുലത അസ്വസ്ഥത. ഉത്തരം ബി വിലാപം ആകുലത. ചോദ്യം 56. നാലാമതായി ഏത് അവസ്ഥയിൽ തള്ളി നീക്കിയ ജീവിതമാണ് പറയുന്നത്? എ പീഡനത്തിൽ, ബി രോഗത്തിൽ, സി അസ്വസ്ഥതയിൽ, ഡി ക്ലേശത്തിൽ. ഉത്തരം ബി രോഗത്തിൽ. ചോദ്യം 57. അഞ്ചാമതായി ഏത് അവസ്ഥയിൽ തള്ളി നീക്കിയ ജീവിതമാണ് പറയുന്നത്? എ ആകുലത, ബി രോഗങ്ങൾ, സി അസംതൃപ്തി, ഡി പീഡനങ്ങൾ. ഉത്തരം സി അസംതൃപ്തി. ചോദ്യം 58. എങ്ങനെയുള്ള പ്രയത്നമാണ് പ്രയോജനമില്ലാത്തതെന്ന് പറയുന്നത്? എ പീഡനയത്നം, പീഡനപ്രയത്നം, ബി അസ്വസ്ഥതാ പ്രയത്നം, സി അന്ധകാര പ്രയത്നം, ഡി വ്യർത്ഥ പ്രയത്നം. ഉത്തരം ഡി വ്യർത്ഥ പ്രയത്നം. ചോദ്യം 59. സഭാപ്രസംഗകൻ 5:18 ഈ ഹ്രസ്വജീവിതത്തെ എന്ത് വിളിക്കുന്നു? എ പ്രകൃതിദത്തം, ബി ദൈവദത്തം, സി ആത്മദത്തം, ഡി മനുഷ്യദത്തം. ഉത്തരം ബി ദൈവദത്തം. ചോദ്യം 60. എന്താണ് ഉത്തമവും യോഗ്യവുമായി കണ്ടിട്ടുള്ളതെന്ന് സഭാപ്രസംഗകൻ പറയുന്നത്? എ സുഖമായി ജീവിക്കുക, ബി അധ്വാനഫലം ആസ്വദിക്കുക, സി തിന്നുകുടിച്ച് അധ്വാനഫലം ആസ്വദിക്കുക, ഡി ആഹ്ലാദപൂർവ്വം ജീവിക്കുക. ഉത്തരം സി തിന്നുകുടിച്ച് അധ്വാനഫലം ആസ്വദിക്കുക. ചോദ്യം 61. ദൈവം എന്ത് അനുഭവിക്കാനുള്ള കഴിവ് നൽകി അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്? എ ജ്ഞാനവും ആഹ്ലാദവും, ബി സമ്പത്തും സമൃദ്ധിയും, സി സന്തോഷവും സമൃദ്ധിയും, ഡി സമൃദ്ധിയും ജ്ഞാനവും. ഉത്തരം ബി സമ്പത്തും സമൃദ്ധിയും. ചോദ്യം 62. തൻ്റെ അവസ്ഥയെ മാനിച്ചുകൊണ്ട് എന്ത് ആസ്വദിക്കുകയും ചെയ്യേണ്ടതാണ്? എ സമൃദ്ധി, ബി സന്തോഷം, സി അധ്വാനഫലം, ഡി സമ്പത്ത്. ഉത്തരം സി അധ്വാനഫലം. ചോദ്യം 63. അധ്വാനഫലം ആസ്വദിക്കുന്നത് ദൈവത്തിൻ്റെ എന്താണ്? എ വരമാണ്, ബി ദർശനമാണ്, സി ദാനമാണ്, ഡി സ്വപ്നമാണ്. ഉത്തരം സി ദാനമാണ്. ചോദ്യം 64. ജീവിതത്തിൻ്റെ എന്ത് കൊഴിഞ്ഞു പോകുന്നതിനെക്കുറിച്ച് പര്യാകുലനല്ല? എ മാസങ്ങൾ, ബി ആഴ്ചകൾ, സി സന്തോഷങ്ങൾ, ഡി ദിനങ്ങൾ. ഉത്തരം ഡി ദിനങ്ങൾ. ചോദ്യം 65. എന്തിൻ്റെ ദിനങ്ങൾ കൊഴിഞ്ഞു പോകുന്നതിനെക്കുറിച്ച് പര്യാകുലനല്ല? എ സന്തോഷത്തിൻ്റെ, ബി ദുഃഖത്തിൻ്റെ, സി ജീവിതത്തിൻ്റെ, ഡി ആഹ്ലാദത്തിൻ്റെ. ഉത്തരം സി ജീവിതത്തിൻ്റെ. ചോദ്യം 66. ജീവിതത്തിൻ്റെ ദിനങ്ങൾ കൊഴിഞ്ഞു പോകുന്നതിൽ ആകുലനല്ലാത്തതിന് കാരണമെന്ത്? എ ദൈവം ദിനങ്ങൾ സന്തോഷഭരിതമാക്കി, ബി ദൈവം ദിനങ്ങൾ ദുഃഖപൂരിതമാക്കി, സി ദിനങ്ങൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ, ഡി ജീവിതം മിഥ്യയായതുകൊണ്ട്. ഉത്തരം എ ദൈവം ദിനങ്ങൾ സന്തോഷഭരിതമാക്കി. ചോദ്യം 67. സഭാപ്രസംഗകൻ 5:2 സമാനമായ പുതിയ നിയമഭാഗം ഏത്? എ മത്തായി 5:3, ബി യാക്കോബ് 3:8, സി റോമ 12:11, ഡി യോഹന്നാൻ 3:16. ഉത്തരം ബി യാക്കോബ് 3:8. ചോദ്യം 68. യാക്കോബ് 3:8 അനുസരിച്ച് മനുഷ്യന് എന്തിനെ നിയന്ത്രിക്കാൻ കഴിയില്ല? എ മനസ്സിനെ, ബി നാവിനെ, സി ദേഷ്യത്തെ, ഡി വിശപ്പിനെ.
ഉത്തരം ബി നാവിനെ. ചോദ്യം 69. സഭാപ്രസംഗകൻ 5:4 സമാനമായ പഴയ നിയമ ഭാഗം ഏത്? എ. ഉൽപ്പത്തി 1:1, ബി. പുറപ്പാട് 20:1, സി. നിയമാവർത്തനം 23, 21, 23, ഡി. സങ്കീർത്തനങ്ങൾ 23. ഉത്തരം സി. നിയമാവർത്തനം 23, 21, 23. ചോദ്യം 70. നേർച്ചകൾ നിറവേറ്റാൻ വൈകരുത് എന്ന് പറയുന്ന മറ്റൊരു പുസ്തകം? എ. ലേവ്യർ, ബി. സംഖ്യ, സി. നിയമാവർത്തനം, ഡി. പ്രഭാഷകൻ. ഉത്തരം സി. നിയമാവർത്തനം. ചോദ്യം 71. സഭാപ്രസംഗകൻ 5:15 സമാനമായ ജോബ് പുസ്തകത്തിലെ വാക്യം? എ. ജോബ് 1:1, ബി. ജോബ് 1:21, സി. ജോബ് 42:1, ഡി. ജോബ് 2:10. ഉത്തരം ബി. ജോബ് 1:21. ചോദ്യം 72. നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി തന്നെ ഞാൻ പിൻവാങ്ങും, ആര് പറഞ്ഞു? എ. സഭാപ്രസംഗകൻ, ബി. ജോബ്, സി. സോളമൻ, ഡി. ദാവീദ്. ഉത്തരം ബി. ജോബ്. ചോദ്യം 73. 1 തിമോഥെയോസ് 6:7 പ്രകാരം നാം ലോകത്തേക്ക് എന്ത് കൊണ്ടുവന്നു? എ. പാപം, ബി. വെളിച്ചം, സി. ഒന്നും കൊണ്ടുവന്നില്ല, ഡി. കരച്ചിൽ. ഉത്തരം സി. ഒന്നും കൊണ്ടുവന്നില്ല. ചോദ്യം 74. ദൈവദത്തമായ ഈ ഹ്രസ്വജീവിതം മനുഷ്യൻ തിന്നും കുടിച്ചും അധ്വാനഫലം ആസ്വദിച്ചും കഴിയുന്നതാണ് ഉത്തമവും യോഗ്യവുമായി ഞാൻ കണ്ടിട്ടുള്ളത്. തുടർന്നു വരുന്ന വാക്യമേത്? എ. ഇത് മിഥ്യയും പാഴ്വേലയുമാണ്, ബി. ഇത് ദൈവത്തിൻ്റെ ദാനമാണ്, സി. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുക, ഡി. ഇതാണ് അവൻ്റെ ഗതി. ഉത്തരം ഡി. ഇതാണ് അവൻ്റെ ഗതി. ചോദ്യം 75. അധ്യായവും വാക്യവും ഏത്? അതും വലിയ തിന്മയാണ്, അവൻ വന്നതുപോലെ തന്നെ പോകും. എ. സഭാപ്രസംഗകൻ 5:12, ബി. 5:13, സി. 5:15, ഡി. 5:16. ഉത്തരം ഡി. സഭാപ്രസംഗകൻ 5:16. സോ ഇതോടെ ഈ സെറ്റിലെ ചോദ്യോത്തരങ്ങൾ അവസാനിക്കുകയാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. കർത്താവായ യേശുവിൻ്റെ കൃപ ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. ഓൺലൈൻ പരീക്ഷയിൽ എല്ലാവർക്കും എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് താങ്ക് യു.